സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർ എപ്പോഴും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. കാരണം നഷ്ടം വരാനുള്ള സാധ്യത കുറവായിരിക്കും. അതായത് ഏതെങ്കിലും കമ്പനികളുടെ സ്റ്റോക്കുകൾ വാങ്ങി കുറേയധികം മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞ് അതിൻ്റെ വില വളരെയധികം കൂടുമ്പോൾ വിറ്റ് ലാഭം എടുക്കുന്നതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇനി ഏതെങ്കിലും ചിട്ടിയിൽ ചേരുന്നതിനേക്കാളുമോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളുമൊക്കെ വളരെയധികം കൂടുതൽ ലാഭം നമുക്ക് കിട്ടുവാനും നമ്മുടെ പണം കൂടുതൽ വളരുവാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറുടെ മൊബൈൽ ആപ്പ് വഴി ഡെലിവറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റോക്കുകൾ വാങ്ങുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഏഞ്ചൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് വേണം നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാനിവിടെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ആക്സിസ് ബാങ്കിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില 784 രൂപ 8.5 പൈസയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് സമയത്ത് ഇതിൻ്റെ വില ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്നുള്ളിടത്ത് നമുക്ക് എത്ര എണ്ണമാണോ വാങ്ങേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലിമിറ്റ് ഓർഡറിലാണോ മാർക്കറ്റ് ഓർഡറിലാണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. എന്താണ് മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യക്തമായി കാണിച്ചതാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കിവിടെ പ്രോഡക്റ്റ് ടൈപ്പ് എന്നുള്ളിടത്താണ് ഈ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോങ് ടൈമിലേക്ക്, അതായത് ദീർഘനാളത്തേക്ക് വേണ്ടി ഒരു സ്റ്റോക്ക് വാങ്ങി സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് മാർജിൻ, ഇൻട്രാഡേ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായൊരു സംശയം ഉണ്ടാവും. ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സ്റ്റോക്ക് ഇന്ന് തന്നെ വാങ്ങി, അപ്പോൾ ഇന്ന് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വിൽക്കാൻ പറ്റുമോ എന്ന്, ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാൽ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. അതായത് ഈ ഇൻട്രാഡേയിലല്ലേ എല്ലാ സ്റ്റോക്കുകളും വാങ്ങി അന്ന് തന്നെ വിൽക്കാൻ പറ്റുന്നത്, ഡെലിവറിയിൽ നമുക്ക് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് ഡെലിവറിയിൽ ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ആ സ്റ്റോക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ, അതായത് ഇൻട്രാഡേക്കുള്ള ബെനിഫിറ്റുകളൊന്നും ഡെലിവറിയിൽ കിട്ടില്ല. അതായത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പെനാൽറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ഇന്ന് തന്നെ വിറ്റാൽ, അതുപോലെ നമ്മൾ ഇന്ന് തന്നെ വിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു 20% 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഈ മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി വിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവുന്ന, ആ പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആവുന്ന വൈകുന്നേരം 7 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്, വിറ്റതിന് ശേഷം പൈസ വരുന്നത് 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബ്രോക്കർ നമുക്ക് ആ പൈസ ക്രെഡിറ്റ് ആയി വരുന്നത്. ശരിക്കും ബ്രോക്കർ നമുക്ക് ആ പൈസ തരുന്നുണ്ടെങ്കിലും എക്സ്ചേഞ്ച് വഴി പൈസ ക്രെഡിറ്റായി വരുന്നതിന് വീണ്ടും 1 ദിവസം എടുക്കും. അതുകൊണ്ടാണ് ഇൻട്രാഡേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമ്പോൾ. പക്ഷേ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇൻട്രാഡേ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഓർഡറിന് 20 രൂപ വെച്ച് വാങ്ങുമ്പോഴും 20 രൂപ, വിൽക്കുമ്പോഴും 20 രൂപ ബ്രോക്കറുകൾ ചാർജ് ഈടാക്കും. അതേത് സ്റ്റോക്ക് ബ്രോക്കറുടേതായിരുന്നാലും ചാർജുകൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ചാർജുകളൊന്നും നമ്മളിൽ നിന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഡെലിവറി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കബിൾ ചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബ്രോക്കറേജ് ഫീസ് 0 ആണ്. അതായത് നമുക്ക് 1 രൂപ പോലും ബ്രോക്കറേജ് ആയിട്ട് അവർ ചാർജ് ഈടാക്കുന്നില്ല. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറഞ്ഞ് 0.04 പൈസ. പിന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ, ഡിമാറ്റ് ട്രാൻസാക്ഷൻ അത് ഫ്രീ ആണ്. സെബി ടാക്സ് ഇല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒരു 24 പൈസ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ചാർജസ് 2 ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ 1 രൂപ 86 പൈസ മാത്രമാണ് വരുന്നത്. അപ്പോൾ അതൊരു
ചാർജേ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ബൈ കൊടുക്കുകയാണെങ്കിൽ നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും, നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിലും വിൽക്കാം, നാളെ വേണമെങ്കിലും വിൽക്കാം, ഒരാഴ്ച കഴിഞ്ഞ് വിൽക്കാം, ഒരു മാസം കഴിഞ്ഞ് വിൽക്കാം, വർഷങ്ങൾ, ഒരു വർഷം കഴിഞ്ഞോ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ 20 വർഷം കഴിഞ്ഞോ നമുക്ക് വിൽക്കാം. അതുവരെയും നമുക്ക് ഈ സ്റ്റോക്ക് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ സ്റ്റോക്കുകൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പ്ലഡ്ജ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മാർജിനായിട്ടും നമുക്ക് പിന്നീട് ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മുടെ സ്റ്റോക്ക് ഡെലിവറിയിൽ എടുത്തത് കൊണ്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ പോവുകയും അതിൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് നമ്മൾ വാങ്ങിയ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് താഴേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോസ് ഉണ്ടാവും, അതും അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്കാണ് വാങ്ങുന്നതെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡെലിവറി ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റോക്ക് എടുക്കുന്നത് എങ്ങനെയെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചിട്ടി കെട്ടുന്നതിനേക്കാളോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നതിനേക്കാളുമോ അല്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുക്കുന്നതിനേക്കാളുമോ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ FD ഇട്ട് വെറുതെ 4%-5%-നോ നിങ്ങൾ പലിശ വാങ്ങാൻ ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി, അതായത് വളരെ ഉയരേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കണ്ടെത്തി അതിൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ ബൈ ചെയ്ത് വാങ്ങി ഇടുക. വളരെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വിൽക്കുമ്പോൾ വളരെയധികം പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സംശയം ഉണ്ടാവും. നമ്മൾ ഒരു 10 ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്തു, അതായത് വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്, അതായത് ലോങ് ടൈമിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ വന്നു, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയുണ്ട്, ആ ജോലി വഴി കുറച്ച് വരുമാനം ഉണ്ടായി. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു 100 ക്വാണ്ടിറ്റി ഇവിടെ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് ഇപ്പോൾ വിലയും കുറഞ്ഞ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 100 ക്വാണ്ടിറ്റി വീണ്ടും വാങ്ങാൻ സാധിക്കുമോ എന്നൊരു സംശയം ഉണ്ടാവും. തീർച്ചയായും വാങ്ങാം. നിങ്ങൾ 100 ക്വാണ്ടിറ്റിയോ 1000 ക്വാണ്ടിറ്റിയോ ഇനി 1 ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒന്നായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്ക് വാങ്ങി അല്ലെങ്കിൽ 10 സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പിറ്റേ ദിവസം വീണ്ടും 5 ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന പൈസയ്ക്ക് വീണ്ടും നിങ്ങൾക്ക് അതേ സ്റ്റോക്ക് തന്നെ വീണ്ടും വാങ്ങി നിങ്ങളുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ട് വരാനും പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങുമ്പോൾ ചാർജിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് സംശയം ഉണ്ടാവും. നിങ്ങൾ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും ഈ ചെറിയൊരു ഡെലിവറിയിലാണെങ്കിൽ ചെറിയൊരു ടാക്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരേ കമ്പനിയുടെ സ്റ്റോക്ക് തന്നെ വാങ്ങി സൂക്ഷിക്കുന്നതിന് യാതൊരു വിധമായ ചാർജുകളും കൊടുക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാവും. ഞാനിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കുറേയധികം സ്റ്റോക്ക് വാങ്ങി ലോങ് ടൈമിലേക്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാമോ? അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റേത് കമ്പനിയുടെ സ്റ്റോക്കുകളും ഇതിൻ്റെ കൂടെ വാങ്ങാം. അപ്പോൾ നിങ്ങൾ ഈ വാങ്ങുന്ന സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വാങ്ങി നിങ്ങൾ ദീർഘകാലത്തേക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെലിവറി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനിയുടെ കമ്പനികളുടെ പല ക്വാണ്ടിറ്റിയിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പല കമ്പനീസിൻ്റെ അതായത് 100 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1000 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 10000 ക്വാണ്ടിറ്റി പല കമ്പനീസിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതായത് എപ്പോഴെങ്കിലും സ്റ്റോക്ക് എല്ലാ കമ്പനീസും വില ഇടിയുകയാണെങ്കിൽ
പല കമ്പനീസിൻ്റെ ആകുമ്പോൾ, അതായത് പല മേഖലയിലുള്ള കമ്പനീസിൻ്റെയാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങി സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടസാധ്യത കുറയുന്നതിനും എന്നാൽ വളർച്ച വരുമ്പോൾ എല്ലാ കമ്പനിയും ഒരുമിച്ച് വളരുന്നതിനും നിങ്ങൾക്കതിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡെലിവറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ സ്റ്റോക്കും വാങ്ങാം. അതുപോലെ പല കമ്പനിയുടെ സ്റ്റോക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഒരു കമ്പനിയുടെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് വാങ്ങാനും, അതുപോലെ നിങ്ങൾക്ക് വാങ്ങിയിട്ടിരിക്കുന്ന ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇപ്പോൾ 1000 ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എല്ലാ സ്റ്റോക്കുകളും വളർന്ന് കുറേയധികം പ്രോഫിറ്റ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഒരു 500 സ്റ്റോക്ക് അല്ലെങ്കിൽ 10 സ്റ്റോക്ക് മാത്രം വിൽക്കണമെന്നുണ്ടെങ്കിലും ആ പോർട്ട്ഫോളിയോയിൽ നിന്നും 10 സ്റ്റോക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. 10 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് സെല്ല് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വിറ്റ് അതിൻ്റെ പൈസ നിങ്ങൾക്ക് തിരിച്ച് വിഡ്രോവൽ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.